ആ എഴുതിയത് ഒരു ഇത് അച്ചടിച്ച് ഒരു പ്രിന്റായി വന്നു കഴിഞ്ഞാൽ അത് ഞാൻ ഏതാണ്ട് എത്ര പേജുകൾ അങ്ങനെ എഴുതി കൊടുത്തിട്ടുണ്ട്? എനിക്ക് ഇപ്പോൾ എൻ്റെ തോന്നുന്നത് ഒരു 100-200 പേജായിട്ടുണ്ടാവും. ബുക്സിന്റെ വിശ്വാസത തകർന്നാണ് ചേട്ടൻ പറയുന്നത്. എനിക്ക് അവരെ വിശ്വസിക്കാൻ പറ്റില്ല. അവരോട് സംസാരിച്ചതിന് ശേഷം അവരോട് ഞാൻ അതിൻ്റെ ആളെ ഇന്ന് രാവിലെ വിളിച്ചു. ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങളെ ഞാൻ പ്രസിദ്ധീകരിക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ടോ? ഞാൻ പാർട്ടിന്റെ അല്ല ഈ പറയുന്നത്. ഞാൻ അവരോട് പറഞ്ഞു, ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം ചോദിക്കുമ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾ എന്ത് അടിസ്ഥാനത്തിലാണ് എൻ്റെ ഈ പുസ്തകം പ്രസിദ്ധീകരിക്കുന്നത്? നിങ്ങൾ ചുമതലപ്പെടുത്തിയിട്ടുണ്ടോ? എന്തടിസ്ഥാനത്തിലാണ് ഇത്? നിങ്ങൾ അതാലോചിക്കരുത്. ഞാൻ എഴുതിയ പുസ്തകത്തിൻ്റെ പ്രകാശനം ഇന്ന് രാവിലെ 10:00. എത്രമാത്രം തെറ്റായിട്ടുള്ള നടപടികളും രീതികളുമാണ് സ്വീകരിച്ചിരിക്കുന്നത്. ഗുരുതരമായ ക്രിമിനൽ കുറ്റമാണത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ DGPക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. മറ്റ് നിയമ നടപടികൾ ആലോചിക്കുന്നുണ്ട്. ഞാൻ എഴുതിയ എൻ്റെ പുസ്തകം തെറ്റായി വ്യാഖ്യാനിക്കുകയും തെറ്റായ കാര്യങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുകയും ചെയ്തിട്ടുള്ളത് ബോധപൂർവമാണ്. ഇത് സംബന്ധിച്ചിട്ടുള്ള നടപടികൾ ഉണ്ടാകണം എന്നാണ് ഞാൻ ആവശ്യപ്പെട്ടത്. രവി DC ആയിട്ടാണോ സംസാരിച്ചത്? രവി അദ്ദേഹം ഇവിടെ ഇല്ല, അദ്ദേഹയുടെ വിദേശത്താണുള്ളത്. അതുകൊണ്ട് ഞാൻ രാവിലെ ഇവിടെ വിളിച്ചപ്പോൾ കിട്ടിയില്ല. ഞാൻ പറഞ്ഞു അദ്ദേഹത്തോട് അടിനിരട്ടൊന്ന് എന്നെ വിളിക്കാൻ പറഞ്ഞു. ഇതുവരെ വിളിച്ചില്ല? അല്ല, ഞാൻ രാവിലെ തന്നെ ഇത് കണ്ടു കഴിഞ്ഞിട്ട് അരമണിക്കൂറിനുള്ളിൽ അയാൾ എന്നെ വിളിച്ചു. പിന്നീട് അപ്പോൾ ഞാൻ പറഞ്ഞു, അദ്ദേഹത്തിന്റെ വിശദീകരണമൊന്നുമില്ല, അത് അന്വേഷിക്കുക, എന്താണെന്നറിയില്ല എന്നാണ് അദ്ദേഹത്തിന്റെ മറുപടി. ഇവിടെയുള്ള ആരോ ചെയ്തു എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇത് കോട്ടയത്തുള്ള അദ്ദേഹം ഒരു എന്താണെന്നുള്ളത് വ്യക്തമാക്കാത്ത നിലയാണ്. അറിയില്ല, അന്വേഷിക്കാം. രാവിലെ ഈ വാർത്ത വന്നതിന് ശേഷം, ഈ വാർത്ത വന്നപ്പോഴല്ലേ ഞാനിതറിയുന്നത്. അല്ലാണ്ട് എൻ്റെ ഒരു പുസ്തകം ഇങ്ങനെ ഞാനിപ്പോൾ P. ജയരാജൻ്റെ പുസ്തകം പ്രസിദ്ധീകരിച്ചു കോഴിക്കോട്. ഒരു പ്രസാധകൻ പങ്കെടുത്തുകൊണ്ട് അദ്ദേഹത്തിലെ ആളുകളെ ക്ഷണിച്ച് പ്രസിദ്ധീകരിക്കുക. എൻ്റെ പുസ്തകം പ്രസിദ്ധീകരിക്കാനും ഇതിങ്ങനെ നടത്താനും DC ബുക്സുകാരെ ഏൽപ്പിച്ചിട്ടുണ്ടോ? ആരെങ്കിലും ഏൽപ്പിച്ചിട്ടുണ്ടോ? ഞാൻ എൻ്റെ ആത്മകഥ എഴുതുന്നു, അതെൻ്റെ ജീവചരിത്രമാണ്. ആ ജീവചരിത്രം എഴുതുമ്പോൾ എൻ്റെ ജീവിത കഥകളാണ്. ആ കഥകൾ ഞാൻ എല്ലാം എഴുതി. എനിക്ക് എഴുതാൻ പറ്റാവുന്ന, ഞാൻ ഉദ്ദേശിച്ചൊരു കാര്യം എഴുതാൻ പറ്റാവുന്ന കുറച്ചും കൂടി ദിവസങ്ങൾ അല്ലെങ്കിൽ കുറച്ചും കൂടി എഴുതി ഒരു ഏജിൽ അത് നിർത്തി. ഇത്രാമത്തെ വയസ്സിൽ ഞാൻ ഈ എഴുത്ത് അങ്ങനെ അത് സമാപിപ്പിക്കണം എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എൻ്റെ ഇത്രാമത്തെ വയസ്സിൽ ഞാൻ എൻ്റെ ഈ ജീവചരിത്രം ഇവിടെ നിർത്തുന്നു. ഇനി അടുത്ത ജീവചരിത്രം ഇനി അങ്ങോട്ട് പിന്നീട് എന്ന് അതിൻ്റെ അവസാന ഭാഗം ചേർക്കാനൊക്കെ ഞാൻ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊരു ഗൂഢാലോചന ആണെങ്കിൽ EPക്കെതിരെ ഇങ്ങനെ ഗൂഢാലോചന നടന്ന ആരാണ്, എന്താണ് അതിന്റെ ഉദ്ദേശം? അതാണ് എനിക്കും അറിയാത്തത്. എല്ലാ തെരഞ്ഞെടുപ്പ് സമയത്തും ഇങ്ങനെ ഇത് വ്യക്തിഹത്യ, അതുവഴി പാർട്ടിയെ തകർക്കുക, തെരഞ്ഞെടുപ്പ് അലങ്കോലപ്പെടുത്തുക, ഇങ്ങനെ വ്യത്യസ്തങ്ങളായ ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ടാണ് ഇത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അല്ല, പാർട്ടിക്കുള്ളിലാണെന്നുള്ളത് നമുക്ക് കണ്ടെത്തിയാലല്ലേ പറയാൻ പറ്റൂ. പറയാതെ ഏതെങ്കിലും കാര്യങ്ങളെ അംഗീകരിക്കുന്നത് ശരിയാണോ? എനിക്ക് വസ്തുതാപരമായി എല്ലാ കാര്യങ്ങളും ശരിയാണെന്ന് തോന്നിയാലേ ഞാൻ കാര്യങ്ങൾ പറയൂ. തീർച്ചയായും അതാണ് പോലീസോട് ഇപ്പം പറഞ്ഞിട്ടുള്ളത്. ഇത് നമുക്ക് അന്വേഷിച്ചാൽ കിട്ടുന്നതിനേക്കാളും പോലീസ് അന്വേഷണത്തിലൂടെ കാര്യങ്ങൾ കണ്ടെത്താൻ സാധിക്കും. എല്ലാ കാലത്തും നോക്കൂ, CPMല് ഓരോ വിവാദങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനൊരറ്റത്ത് EP ജയരാജനാണ്, EPയുടെ പേരാണ് അതിനകത്ത് കൂട്ടിച്ചേർക്കപ്പെടുന്നത്. അത് ഒരു മനഃപൂർവ്വം അങ്ങനെ സംഭവിക്കുന്നതാണോ? അത് എന്താണെന്നുള്ളത് നിങ്ങളൊക്കെ ആലോചിച്ച് നോക്ക്. മാവുള്ള മാവിനല്ലേ കല്ലെറിയൂ. അല്ല, അങ്ങനെ മാങ്ങയുള്ള ഒരുപാട് മാവുകൾ ഉണ്ടല്ലോ. പിന്നെ ഈ മാവിനിട്ട് മാത്രം ലേശം മാങ്ങയുണ്ട് തോന്നിയിട്ടുണ്ടാവും, അതുകൊണ്ട് കല്ലെറി. ഈ മാവിന് ശകലം മാങ്ങ കൂടുതലുള്ളതുകൊണ്ടാണോ? ആയിരിക്കും, അതുകൊണ്ട് കല്ലെറിയുന്നു.